ഇത്രയധികം കബീലകൾ നിലനിൽക്കുന്ന സാദാത്തീൻ കുടുംബങ്ങൾ അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൊയിലാണ്ടി അല്ലാതെ മറ്റൊരു പ്രദേശം നമുക്കതിന് കാണാൻ കഴിയില്ല. മലബാറിന്റെ ദേശാന്തര ബന്ധങ്ങൾ ചർച്ചയാവുന്ന പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ മുതൽ മൺസൂൺ ഇസ്ലാം വരെ നിരവധി പഠനങ്ങളുണ്ട്. കൊടുങ്ങല്ലൂർ, വളപ്പട്ടണം, ഏഴുമല, പൊന്നാനി, പന്തലായിനി, ധർമ്മടം തുടങ്ങി മലബാറിലെ തീരപ്പട്ടണങ്ങൾ മധ്യകാലഘട്ടത്തിൽ സാംസ്കാരിക കൂട്ടിച്ചേരലുകളുടെ കേന്ദ്രമായി വർത്തിച്ചിരുന്നു. സയ്യിദ് കുടുംബങ്ങളുടെ ദേശാന്തരങ്ങൾ അന്വേഷിക്കുന്ന യങ്സാൻ ഹോയുടെ ഗ്രേവ്സ് ഓഫ് തെരീം എന്ന ഗ്രന്ഥം മലബാറിലെ ഈ തീരപ്പട്ടണങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. ഇതിൽ പന്തലായിനി എന്ന കൊയിലാണ്ടിയുടെ സ്ഥാനം അദ്വിതീയമാണ്. ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്കത്തങ്ങൾ അടക്കമുള്ള സയ്യിദ് കുടുംബങ്ങളും നിരവധി താമസിക്കുന്ന പ്രദേശമാണ് കൊയിലാണ്ടിയിലെ പന്തലായിനി. അതുകൊണ്ട് തന്നെ മലബാറിന്റെ തെരീമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നതാണ്. പന്തലായിനി സാംസ്കാരിക സംഗമങ്ങളുടെ ഭൂമിക. ഈ കോസ്മോപൊളിറ്റൻ നഗരത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് സഞ്ചാരികളെയും വണിക്കുകളെയും ഇവിടേക്ക് ആകർഷിച്ചത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രമോണ്ടറി, ആ ഒറ്റക്കുന്നിന്റെ തെക്ക് ഭാഗത്ത് കടലിലേക്ക് തെറിച്ചു നിൽക്കുന്ന ചെങ്കൽ കുന്നുകൾ, ക്രീക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലിനിയും ഇദിരീസിയും തുടങ്ങി ഇബ്നു ബത്തൂത്ത വരെ നീണ്ടു നിൽക്കുന്ന ലോകസഞ്ചാരികൾ അറബികൾക്കു പുറമെ ജൂത, ചൈനീസ് വ്യാപാരം കൊണ്ട് സജീവമായ പന്തലായിനിയുടെ ചരിത്രമാണ് അയവിറക്കുന്നത്. 17-ാം നൂറ്റാണ്ടോടെയാണ് ഹലർമൗത്തിൽ നിന്നുള്ള സാദാത്തുക്കൾ ഇവിടെ എത്തിത്തുടങ്ങുന്നത്. തുടർന്ന് മലബാറിലെ മറ്റൊരു പ്രദേശത്തിനും അവകാശപ്പെടാനാവാത്ത വിധം ഒട്ടനവധി നബി കുടുംബങ്ങൾ പന്തലായിനിയിൽ കൂടുകെട്ടി. ഐദ്രൂസ്, ജിഫ്രി, ബാഫക്കി, മഷ്ഹൂർ, മുനഫർ, മുസാവ, പിന്നെ ലതാസ്, ഷിഹാബ്, ഐദീദ്, ഹാദി, അപ്പം അങ്ങനെ 10-30 ഉണ്ട്. സയ്യിദ് അലി അബ്ദുള്ള ഹൈദ്രോസിയാണ് പന്തലായിനിയിൽ അഹ്ലുബൈത്തിന്റെ വിത്തുപാകിയത്. അദ്ദേഹം സ്ഥാപിച്ച ഹൈദ്രോസി റാത്തീബ് പന്തലായിനിക്ക് ഇന്നും ആത്മീയതയുടെ തെളിനീർ ചൊരിയുന്നു. ഹൈദ്രോസി തങ്ങൾക്ക് ശേഷം പന്തലായിനിക്ക് നേതൃത്വം നൽകിയവരാണ് വലിയ സീതി തങ്ങൾ. പൊന്നാനിയിൽ മഖ്ദൂമുമാർക്ക് സമാനമായി ഉത്തര മലബാറിൽ വൈജ്ഞാനിക നേതൃത്വം നിർവഹിച്ചത് കൊയിലാണ്ടി തങ്ങന്മാരാണ്. പുതിയങ്ങാടിയിലുള്ള തങ്ങളുപ്പാപ്പ, പിന്നെ പൊന്നാനിയിലുള്ള തങ്ങളുപ്പാപ്പ, മമ്പ്രം തങ്ങളുപ്പാപ്പ എന്ന് വേണ്ട കണ്ണൂരിലുള്ള അലിരാജ, അങ്ങനെയുള്ള ഒരുപാട് മനീഷികളൊക്കെ ഇവിടെ വന്നിട്ട് ശിഷ്യത്വം സ്വീകരിച്ച് ഇവിടെ ഒരു നിത്യദർസ് ഉണ്ടായിരുന്നു. ഇവിടെ സീതി തങ്ങളെക്കുറിച്ച് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ രചിച്ച സീതിമാല പന്തലായിനിയുടെ കിസ്സ കൂടിയാണ്. തരീമിനെ അനുസ്മരിപ്പിക്കും വിധം മലബാറിന്റെ വിവിധ ദിക്കുകളിലേക്ക് തിരുകുടുംബത്തിന്റെ ശിഖിരങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ കൊയിലാണ്ടിയുടെ പങ്ക് ചെറുതല്ല. ബാഫക്കി കുടുംബം കൊയിലാണ്ടിയിൽ നിന്ന് ജോനകപ്പുറം, കോഴിക്കോട്, കൊല്ലം, കൊണ്ടോട്ടി, താനൂർ എന്നിവിടങ്ങളിലും, മുനഫർ കുടുംബം പരപ്പനങ്ങാടി, കൽപ്പകഞ്ചേരി എന്നിവിടങ്ങളിലും, ഹാദി കുടുംബം മറ്റത്തൂർ, താനൂർ എന്നിവിടങ്ങളിലും, സക്കാഫ് കുടുംബം കുറ്റിപ്പുറം, കൊട്ടപ്പുറം, ചേളാരി എന്നിവിടങ്ങളിലും, സൂറത്ത് ഹൈദ്രോസ് കുടുംബം താനൂരിലും, ഹദ്ദാദ് കുടുംബം കുറ്റിപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിലും വ്യാപിച്ചു. മുസ്ലിം കൈരളിക്ക് നൂറ്റാണ്ടുകളോളമായി നേതൃത്വം നൽകുന്ന പാണക്കാട് കുടുംബത്തിനും ഈ ദേശവുമായി കുടുംബബന്ധമുണ്ട്. സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുന്നതോടൊപ്പം തന്നെ വാണിജ്യരംഗത്തും കൊയിലാണ്ടി തങ്ങന്മാർ ജ്വലിച്ചു നിന്നു. വധപ്രബോധനവും കച്ചവടം ഒന്നിച്ച് നടത്തിയതിൻ്റെ ഉദാഹരണം ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങന്മാർ ആദ്യം ബിസിനസ്സായ അവർ കോഴിക്കോട്ട് വന്ന് തന്നെ അരിക്കച്ചവടവും മുളക് കച്ചവടവും ഒക്കെ ആയിട്ടാണ് വന്നത്. ബാഫക്കി തങ്ങളും ബാഹസൻ കമ്പനിയും പന്തലായിനി സാദാത്തുക്കളുടെ സാമൂഹിക ഇടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കു കയറ്റുമതി ചെയ്തിരുന്ന കൊയിലാണ്ടി ഹുക്കകളുടെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും സാദാത്തുമാർ വലിയ പങ്കുവഹിച്ചു. 20-ാം നൂറ്റാണ്ടിൽ വളരെ വിപുലമായ ഹുക്കകളുടെ നിർമ്മാണത്തിന്റെ ഒരു ഇൻഡസ്ട്രിയൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അവിടെ നമുക്ക് കാണാം. സയ്യിദുമാർ പകർന്ന യമനി സംസ്കാരത്തിന്റെ ബാക്കി പത്രങ്ങൾ പന്തലായിനിക്കാർ ഇന്നും നിലനിർത്തി വരുന്നു. അറബ് വിവാഹരീതിയും ശുർബപാനീയവും ലബ്ബൈക ചൊല്ലലും
ഇതിനുദാഹരണങ്ങളാണ്. മലബാറിലെങ്ങും ഇസ്ലാമിന്റെ പ്രകാശമെത്തിച്ച സയ്യിദുമാരുടെ കേന്ദ്രമായി, മലബാറിന്റെ തെരിയുമായി കൊയിലാണ്ടിയെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. കൂട്ടം ഫലർ ബന്നും കൊയിലാണ്ടി ഫാർത്തോവർ.